അവസാനം ശല്യം സഹിക്കാതെ പോളി ആൻഡ് ടോം സോയറിന് ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. വീടിന് ചുറ്റുമുള്ള ആ ഒരു ഫെൻസ്, ആ ചുറ്റുമതിലൊന്ന് വൈറ്റ് വാഷ് ചെയ്യണം എന്നുള്ളതാണ് ശിക്ഷ. ഈ ശിക്ഷ എങ്ങനെയെങ്കിലും തൻ്റെ തലയിൽ നിന്നൊന്ന് ഊരിയിട്ട് തൻ്റെ ഫ്രണ്ട്സിനെ കൂടി ചേർത്തുകൊണ്ട് ആ വർക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം എന്ന് ആലോചിച്ച് അവസാനം കളിച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി വരുന്ന ഫ്രണ്ട്സിനെയും ഒരു ട്രാപ്പിൽ പെടുത്തി ഒരു ഗെയിമിഫിക്കേഷനോട് കൂടി ആ വൈറ്റ് വാഷിങ് വർക്ക് മുഴുവനും കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ടോം സോയർ. ഈ ഒരു സീൻ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ പല ആളുകളുടെയും മനസ്സിൽ ഏറ്റവും കൂടുതൽ കയറി ഇരുന്നിട്ടുള്ളൊരു സീനാണ് അല്ലേ. ഇപ്പോഴും ഈ ഒരു പ്രായത്തിൽ പോലും ആ ഒരു കഥ ഒരിക്കലും നമ്മൾ മറക്കുന്നില്ല. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന മഹാനായ നോവലിസ്റ്റ് അല്ലെങ്കിൽ ചെറുകഥാകൃത്ത്, അതല്ലെങ്കിൽ വലിയ സാഹിത്യകാരൻ, അദ്ദേഹം എഴുതിയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, അതുപോലെ തന്നെ അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബറി ഫിന്നൊക്കെ ചെറുപ്പകാലത്തിൽ, ഒരു പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ആനന്ദം തന്നിട്ടുള്ള, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും മാർക്ക് ട്വെയിനിൻ്റെ രചനയാണ്. മലയാളത്തിന് പുറത്തുള്ളത് ഞാൻ പരിഗണിക്കുന്ന സമയത്ത് എന്തിനാണ് ടോം സോയറിനെയും ഹക്കിൾബറി ഫിന്നിനെയും മാർക്ക് ട്വെയിനെയും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്ന നമ്മുടെ സൈമൺ സെനക്കിൻ്റെ ലോകപ്രസിദ്ധമായ രചന ഒരിക്കൽ കൂടി ഇങ്ങനെ റെഫർ ചെയ്യായിരുന്നു. ആ ഒരു സമയത്ത് വായിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ട്വെയിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടോം സോയറിനെയും ഹക്കിൾബറി ഫിന്നിനെയൊക്കെ പറയാതെ തരമില്ല എന്നുള്ളതാണ്. മാർക്ക് ട്വെയിനിൻ്റെ ഒരു വേർഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി നൽകിക്കൊണ്ട് സൈമൺ സെനക്ക് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. മാർക്ക് ട്വെയിൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ കാര്യം, എൻ്റെ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്വിറ്റിംഗ് സ്മോക്കിംഗ് ഒഴിവാക്കുക അല്ലെങ്കിൽ പുകവലി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കാരണം ഞാനത് ഹൺഡ്രഡ്സ് ഓഫ് ടൈം പുകവലി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മാർക്ക് ട്വെയിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുകവലി നിർത്തുക എന്നതാണ്. കാരണം 100 തവണ അല്ലെങ്കിൽ 100ഓളം തവണ ഞാൻ റിപ്പീറ്റഡ്ലി പുകവലി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നത് UGC നെറ്റ് ഓർ ഏതെങ്കിലും ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിൻ്റെ ആസ്പയറിംഗ് മൈൻഡ്സായ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾക്കൊക്കെ ഒരു വലിയ സ്വപ്നമുണ്ട് UGC നെറ്റ് ഓർ JRF ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ PSC എക്സാമുകളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരിക്കുന്ന എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ നേടണം എന്നൊക്കെ നമുക്ക് സ്വപ്നമുണ്ടാവും. അപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ നമ്മൾ നേടുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന ആദ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നല്ല ഡെഡിക്കേഷൻ ഉണ്ടാവും. നമ്മൾ വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞാനിത് നേടുമെന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സൈമൺ സെനക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ജനുവരിയിലും, എല്ലാ വർഷത്തിൻ്റെയും ജനുവരികളിൽ നമ്മുടെ ഫിറ്റ്നസ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലോക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ജിം സെൻറ്ററുകൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെയുള്ള അഡ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 to 12% വരെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓരോ ജനുവരിയിലും ഓരോ വ്യക്തികളും സ്വന്തമായിട്ട് അവരൊരു പുതിയ തീരുമാനം എടുക്കുകയാണ്. ഇനി ഒരു ഹെൽത്തി ലൈഫിലേക്ക് എനിക്ക് പോകണം, ഇനി ഞാൻ ഒന്നും കൂടി ഫിറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നൊരു തീരുമാനം ഒരുപാട് ആളുകൾ ഓരോ ജനുവരിയിലും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ജനുവരിയിലും എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററുകളുടെ അഡ്മിഷൻ റേറ്റ് 12% വരെ അധികരിക്കുന്നത്. ഇതൊരു വലിയൊരു ശതമാനമാണ്. പക്ഷേ 4 അല്ലെങ്കിൽ 3 or 4 ആഴ്ചയോടുകൂടി ആ അഡ്മിഷൻ റേറ്റ് പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ മുമ്പത്തെ വർഷങ്ങളിൽ ആരൊക്കെ ആയിരുന്നോ ഈ ഫിറ്റ്നസ് സെൻറ്ററിൽ തുടർന്നിരുന്നത് അവരിലേക്ക് തന്നെ ചുരുങ്ങുകയും വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം ഈ ഒരു ജിം സെൻറ്ററുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിട്ട് കാണാവുന്നതാണ്. സൈമൺ സെനക്ക് ഇത് പറഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്, ലോകത്ത് നിങ്ങളുടെ ലക്ഷ്യം എന്തോ ആവട്ടെ, നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും നിങ്ങളോടൊപ്പം ഇതുപോലെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ അതേ ലക്ഷ്യങ്ങളുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ സെനാരിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങളെപ്പോലെ UGC നെറ്റ് ഓർ JRF ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സബ്ജക്റ്റിൽ ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ലൊരു റിസർച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ലൊരു സ്കോളർ ആവണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും.
പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ മറ്റ് കോളേജുകളുണ്ട്, അവിടെയും ഇതുപോലെ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെയും ഇതുപോലെ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. പിന്നെ നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആസ്പിറൻസ് നിങ്ങളുടെ സബ്ജക്റ്റിൽ തന്നെ JRF ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ നല്ല ഡെഡിക്കേറ്റഡ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഈ ഒരു JRFന് വേണ്ടിയിട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്ത ആളുകളായിരിക്കും. അവരിൽ പലരും നിങ്ങളെക്കാളും മുമ്പ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്ത ആളുകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ശേഷമൊക്കെ ആയിട്ട് യാത്ര ഇനിയും സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാലും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു യാത്ര ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഫിറ്റ്നസ് സെൻറ്ററിൽ അഡ്മിഷൻ കൂടുന്നത് 10 to 12% ആണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ലോകത്ത് പ്രധാനപ്പെട്ട റിസർച്ചുകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് അവരെപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് അത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഗണ്യമായി കുറവുള്ളതാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാർക്ക് ട്വെയിൻ പറഞ്ഞത് എന്താണ്, ക്വിറ്റിംഗ് സ്മോക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു തവണ സ്മോക്കിംഗ് ഒഴിവാക്കും, വീണ്ടും വലിക്കും, വീണ്ടും അത് ഒഴിവാക്കും. അതായത് ഒഴിവാക്കണം എന്ന് അദ്ദേഹം എടുക്കുന്ന തീരുമാനം വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെയും അദ്ദേഹം എങ്ങനെയൊക്കെയോ സ്മോക്ക് ചെയ്യും, വീണ്ടും അത് സിമ്പിളായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ആലോചനയിലേക്ക്, ഒരു ചിന്തയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പലരും ഒരു UGC നെറ്റ് ഓർ JRF ക്വാളിഫൈ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നിലക്കും ഞാൻ ഇനി ഒഴിവാക്കില്ല, ഞാൻ വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത്, നമ്മൾ അടുത്ത തവണ ഒരു JRFന് വേണ്ടിയിട്ട് ഒരു പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് നമുക്കൊരു ഈസി വർക്കാണ്. കാരണം നമ്മൾ പല തവണ അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ ഒരു തവണ നമ്മുടെ ഡയറിയിൽ ഒരു ടൈം ടേബിൾ എഴുതിയിട്ടുണ്ടാവും. പിന്നീട് അത് ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ നമ്മളൊരു വെട്ടക്കെട്ട് അടുത്തൊരു പേജ് മുതൽ മനോഹരമായൊരു ഹെഡിങ് എഴുതി പുതിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കൽ നമുക്കൊരു സിമ്പിൾ വർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പലതവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ചുറ്റും ഒരു പക്ഷേ നമ്മൾ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഒരു പേജ് കഴിഞ്ഞ് അത് ഫുള്ളാവായിട്ട് പിന്നെ നമ്മളൊന്നും കൂടി ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 10 പേജ് അപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഡയറിയുടെയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, ആ തീരുമാനം നമ്മൾ ഒഴിവാക്കുന്നു, വീണ്ടും നമ്മളൊരു തീരുമാനം എടുക്കുന്നു, അത് നമ്മൾ ഒഴിവാക്കുന്നു, വീണ്ടും നമ്മളൊരു തീരുമാനം എടുക്കുന്നു, അതും നമ്മൾ ഒഴിവാക്കുന്നു. ഇങ്ങനെയാണ് നമ്മളിൽ പല ആളുകളുടെയും ഒരു ടെൻഡൻസി. ഇത് ലോകത്ത് വളരെ നോർമലായി നടക്കുന്ന ഒരു ടെൻഡൻസിയാണ്. പക്ഷെ അവിടെ ഈ ഒരു ടെൻഡൻസി ലോകത്ത് നടക്കുന്നു എന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കേസ്. അവിടെ സൈമൺ സെനക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, പീർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ നെറ്റിനോ JRFനോ ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ, നിങ്ങളെക്കാളും നല്ല അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഡിഫറൻ്റ് ആയ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PG ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ എക്സാമിൽ നിങ്ങളോടൊപ്പം മത്സരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഇവരൊക്കെ ഇതിനു വേണ്ടി മത്സരിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ചാൻസ് തുച്ഛമായി പോകുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, ലോകത്ത് എന്തൊരു കേസിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ കൺസിസ്റ്റൻ്റായ ഒരു കാര്യത്തിന് പിന്നിൽ നിൽക്കുന്നുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കുന്നുവെങ്കിൽ, കോൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് കോൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തും എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. ഒരുപാട് ആളുകൾ മാറുന്നുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റും തന്നെ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന ഒരുപാട് ആസ്പിറൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവസാനം അവർ സിവിൽ സർവീസ് കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് അവർ വേറെ പല വർക്കുകളിലേക്കും പോയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പീർ പ്രഷർ നിങ്ങൾ കൊണ്ടുവരും. ഒരു പക്ഷേ നിങ്ങളോടൊപ്പം സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും സിവിൽ സർവീസിന് വേണ്ടി ഡൽഹിയിലും മറ്റൊക്കെ വർഷങ്ങളോളം പോയിട്ട് അവസാനം കിട്ടാതെ വന്നത്. അപ്പോൾ നിങ്ങളും ചിന്തിക്കും, അവൻക്ക് ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ട് ഇത് നേടാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ ആകുമ്പോൾ എനിക്കും ഇത് നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് പലതും മിസ്സായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മളുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതായത് വേണ്ട രീതിയിലുള്ള ഡിസിപ്ലൈൻഡ് ആക്ഷൻ അവർ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സെയിൽസ് പിച്ചിൻ്റെ കഥ കൂടി, അല്ലെങ്കിൽ സെയിൽസ് പിച്ചിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ കൂടി സൈമൺ സെനക്ക് പറയുന്നുണ്ട്. പല ആളുകളും നമുക്ക് വിളിച്ചിട്ട് നമ്മളുടെ കോഴ്സ്, ഈ കോഴ്സ് നിങ്ങൾ എടുത്തോളൂ, ആ കോഴ്സ് നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ പറയുമ്പോൾ അവർ പലപ്പോഴും പറയുന്നത് നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് ആയ 70% ആളുകളും ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യാതിരിക്കണം എന്നതാണ് പലപ്പോഴും സെയിൽസിലെ ആളുകൾ നമ്മെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള 70% ആളുകൾക്കും തെറ്റുപറ്റിക്കൂടാ? അവരെല്ലാവരും ഒരു റോങ് വേയിലാണ് പോകുന്നതെങ്കിൽ ഒരു റൈറ്റ് പാത്തിലേക്ക് മാറി നടക്കുന്ന നമ്മളാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യത കൂടുതലെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം വെക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഒരു തീരുമാനം എടുക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ലക്ഷ്യം നേടുന്നത് വരെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് തുടരുക എന്നതാണ്. ഒരു ദിവസം, ഒരു മാസം, 2 മാസം, 3 മാസം, 6 മാസം, ഇങ്ങനെ ഒരുപാട് സമയം ഒരു പക്ഷേ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ കോൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ, പീർ പ്രഷർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഒരു പ്രഷർ വലിയ തോതിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാതെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് എത്രയാണ് വർക്ക്, എത്ര കുറഞ്ഞാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അത് ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതുതന്നെയാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് സൈമൺ സെനക്ക് കൊണ്ടുവന്ന ആശയവും അതുതന്നെയാണ്. ഒരു പക്ഷേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുക എന്നത് വളരെ സിമ്പിളായിരിക്കും. ക്വിറ്റിംഗ് സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് ഒരു പക്ഷേ നമുക്ക് ഏറ്റവും പ്രയാസകരമായിട്ട്, ഒരു ചെയിൻ സ്മോക്കറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയാസപരമായ ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് ക്വിറ്റ് ചെയ്യാൻ എടുക്കുന്ന തീരുമാനം വളരെ സിമ്പിളാണ്. കാരണം അത് പലതവണ എടുക്കാൻ കഴിയുന്നുണ്ട്. വീണ്ടും അവർ വീണ്ടും സ്മോക്ക് ചെയ്യും, വീണ്ടും ആ തീരുമാനം എടുക്കും, വീണ്ടും സ്മോക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന ഒരു ആസ്പിറൻ്റ് ആവരുത്. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിവെക്കണം. ഡിസിപ്ലിൻ ആക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങളോടൊപ്പം യാത്ര തുടങ്ങിയ 100 ആളുകളുണ്ടെങ്കിൽ അതിൽ 10ൽ താഴെ ആളുകൾ മാത്രമേ ഡിസിപ്ലിൻഡ് ആക്ഷനോടുകൂടി ആ ഒരു എക്സാമിന് പിന്നിൽ പോകുന്നുള്ളൂ എന്നൊരു തിരിച്ചറിവ് തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, പീർ പ്രഷറിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഡിസിപ്ലിൻഡ് ആക്ഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ, യു ക്യാൻ ക്വാളിഫൈ any competitive exams or any goals in your life. And Nawaz signing off.